എന്താണ് മധ്യകേരളത്തിലെ മാറുന്ന രാഷ്ട്രീയം? ആ മാറുന്ന രാഷ്ട്രീയത്തിൽ UDFിൻ്റെ പങ്ക് എത്രമാത്രമുണ്ട്? ആ പങ്കിൽ UDFിൻ്റെ അവകാശവാദങ്ങൾക്കൊപ്പം ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. UDFിൻ്റെ ഭാവി എന്താണ് മധ്യകേരളത്തിൽ എന്നത്. ശ്രീജിത്ത് എനിക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്കെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം മധ്യകേരളമാണെന്ന് തർക്കമില്ല. കാരണം രണ്ട് ഘടകങ്ങളുണ്ട്. കാരണം തെക്കൻ കേരളം പൊതുവിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സ്ഥലമാണ്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മധ്യകേരളം ഇത്തവണ പൂർണ്ണമായും UDFിനൊപ്പം നിന്നു എന്നതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അത് വളരെ പ്രകടമാണ് താനും. അപ്പോൾ മധ്യകേരളത്തിൻ്റെ മാറുന്ന രാഷ്ട്രീയം ഭാവി UDFിന് വളരെ പ്രതീക്ഷ നൽകുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറം എന്നതാണ് സാഹചര്യം. ഈ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഈ UDFിൻ്റെ പഴയ ആ പ്രഭാവം എത്ര കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ശ്രീജിത്ത്? സജിത്ത്, കാര്യമായി തന്നെ തിരിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഇവിടെ നോക്കിയാലും സജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അവർക്ക് എല്ലായിടത്തേക്കും കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് മധ്യകേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത്. കേവലം മധ്യകേരളത്തിലെ ഫലം കൊണ്ട് മാത്രം അത് അനുകൂലമല്ല. മറ്റ് തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകൾ, അങ്ങനെ പല ജില്ലകളുടെ സാന്നിധ്യം നമ്മൾ പ്രാധാന്യത്തോടെ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി, ഏതാണ്ട് കഴിഞ്ഞ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിപൂർണമായും UDFിനെ കൈവിട്ടൊരു ജില്ലകളായി ഇതൊക്കെ മാറിയിരുന്നു എന്നുള്ളതാണ്. അത് കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ അതാണ്. നോക്കൂ, ഒരു കാലത്ത് മുഴുവൻ സീറ്റിലും 5 സീറ്റിലും പത്തനംതിട്ടയിൽ UDF വിജയിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു സീറ്റ് പോലും വിജയിക്കാത്ത ജില്ലയായി പത്തനംതിട്ട മാറുന്ന സാഹചര്യമാണുള്ളത്. കോട്ടയത്തെ ഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത്. ഒരു സമയത്ത് ഒരുപക്ഷെ 2011 ഏതാണ്ട് 5 മന്ത്രിമാർ കോട്ടയംകാരായിട്ടുള്ളവർ ഉള്ള UDFിൻ്റെ അത്രത്തോളം അപ്രമാദിത്വമുള്ള ഒരു ജില്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അത് UDFിനെ സംബന്ധിച്ച് ഈ ജില്ല വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് സീറ്റുകളായിരിക്കും. ഇപ്പോൾ നിയമസഭാ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ കുറച്ചേ ഉണ്ടാകുള്ളൂ നമ്മൾ മറ്റു പല ജില്ലകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ തങ്ങളുടെ ഒരു ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലത്ത് തങ്ങളോട് ജനം അകന്നതിൻ്റെ വലിയ വേദനയിലായിരുന്നു, വലിയ മുറിവിലായിരുന്നു UDF ഉള്ളത്. അതിൻ്റെ ഒരു ആഘാതം ചെറുതല്ല എന്നുള്ളതാണ്. മറ്റു പലയിടത്തും പ്രവർത്തിക്കാൻ ഉൾപ്പെടെ കിട്ടുന്ന ഒരു ഊർജ്ജമായിരുന്നു മധ്യകേരളത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ രാഷ്ട്രീയമൊക്കെ. സഭകളും അതിൽ വേദനിച്ചിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിലൊക്കെ ക്രൈസ്തവ വോട്ടുകൾ വിഭജിച്ച് പോകുന്നതിൻ്റെ സങ്കടം നമ്മളോടടക്കം പങ്കുവെച്ച ഒരു സാഹചര്യം ഉണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം തന്നെയായിരുന്നു അതിൽ പ്രധാന ഘടകമായി അവർ ചൂണ്ടിക്കാണിച്ചത്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ആ മുറിവുണക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സജിത്ത് UDFിൻ്റെ വലിയ ആശ്വാസം. രണ്ടാമത്തെ പ്രധാന ആശ്വാസം, കുറേ കൊല്ലങ്ങളായി കോൺഗ്രസിൻ്റെ അതികായന്മാർ നിന്ന ജില്ലയാണ്. അവിടെ കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്സുകാർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിൻ്റെ വായടയ്ക്കുന്ന നിലയിലുള്ള ഫലമാണ് വന്നത്. കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ജില്ല കാര്യമായി നിന്നു. ജോസഫ് ഗ്രൂപ്പിന് പലയിടത്തും കരുത്ത് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യവും വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കടുത്തുരുത്തിയും പാലയും മാറ്റി നിർത്തിയ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് നൽകുന്ന ഒരു സൂചനയാണ്. കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചയൊക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് 5-6 ദിവസം അത്രത്തോളം രാപകലില്ലാതെ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്, ഒരു പ്രക്രിയയായിരുന്നു. അവിടെ കഴിഞ്ഞ തവണ 8 സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചപ്പോൾ അവർക്ക് 9 വേണമെന്ന വാശി പിടിക്കുന്നു. അപ്പുറത്തെ ജോസഫ് വിഭാഗം ഏതാണ്ട് 10 സീറ്റ് മത്സരിക്കും. പക്ഷേ അതിനൊന്നും വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ തന്നെ മത്സരിക്കും, കോൺഗ്രസ് തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 10-16 സീറ്റുകളിൽ ഒറ്റയ്ക്ക് കോൺഗ്രസ് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കം മത്സരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ജില്ല എങ്ങനെയും പിടിക്കണം, ഇത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. ആ പോരാട്ടം ഫലം കണ്ടു. സീറ്റ് വിഭജനത്തിലടക്കം ഘടകകക്ഷികളുണ്ട് എന്ന് കരുതി എന്തെങ്കിലും സീറ്റ് കൊടുക്കുക എന്ന നില ഇല്ല എന്ന് തന്നെ പറയുന്നു. അതിൽ ചില ഗുണങ്ങളും ഉണ്ടായി. ഇപ്പോൾ വെള്ളൂർ ജില്ലാ പഞ്ചായത്ത് സീറ്റ് അവിടെ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തിരുന്നതാണ്. പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ കോൺഗ്രസിന് അത് മടക്കി നൽകുന്നു. അവിടെ സംവരണ സീറ്റാണ്. ആ സീറ്റിൽ കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല തന്ത്രങ്ങളും ഗുണം കണ്ടു. ഇപ്പോൾ കുമരകത്ത് വൈശാഖ് എന്ന സ്ഥാനാർത്ഥി കുറിച്ചി ഡിവിഷനിൽ ജയിച്ച ആളാണ്. പക്ഷെ കുമരകം എന്ന് പറയുമ്പോൾ സജിത്തിന് അറിയാമായിരിക്കും, ഇടത് കോട്ടയാണ്. ആ ഇടത് കോട്ടയിൽ അങ്കിരസ് എന്ന് പറയുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പരാജയപ്പെടുത്തുകയാണ് വൈശാഖ് ചെയ്തത്. അങ്ങനെ പല ശ്രദ്ധേയമായ വിജയങ്ങളിലൂടെ
ഇപ്പോൾ CPIയുടെ കാര്യം എടുത്താൽ കങ്ങഴ ഡിവിഷൻ അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഹേമലത പ്രേംസാഗറാണ് മത്സരിച്ചത്. അവർക്ക് പോലും പരാജയപ്പെടുന്നു. അവിടെയും ജോസഫ് ഗ്രൂപ്പിനും ആശ്വാസമായിട്ടുണ്ട്, 4 സീറ്റുകളിൽ വിജയിക്കുന്നു. അവിടെ അജിത് മുദ്രവല വിജയിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിനും ഒരു നിലനിൽപ്പ് എന്നുള്ളത് വലിയ ചോദ്യമായി നിൽക്കുകയായിരുന്നു. ജോസ് കെ മാണി വിഭാഗം അത്ര അതിശക്തമായ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ 1.5 വർഷമായി നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ രംഗത്ത് വന്നത്. പക്ഷെ അവിടെയാണ് ഈ ഒരു പോരാട്ടം നടന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ ആശ്വാസമാണ് മധ്യ കേരളം. അത് കോട്ടയത്തെ ഞാൻ ചില സാമ്പിളുകൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇടുക്കിയും ഒപ്പം തന്നെ പത്തനംതിട്ടയും ഒക്കെ സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. കോൺഗ്രസിനാണ് വലിയ ആത്മവിശ്വാസം. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും തങ്ങളിവിടെ ഉണ്ട്, തങ്ങൾക്കും തങ്ങളുടേതായ ചില കേന്ദ്രങ്ങളിൽ കരുത്തു കാട്ടാൻ കഴിഞ്ഞു എന്ന് ആശ്വസിപ്പിക്കാം. അതിരമ്പുഴ എന്ന UDF കോട്ടയിലെ അവരുടെ പരാജയത്തിന്റെ സങ്കടം അവിടെ ഒരു വശത്ത് ജില്ലാ അധ്യക്ഷൻ തന്നെ പരാജയപ്പെടുന്നതിൻ്റെ ഒരു സങ്കടം അവിടെ നിൽക്കുമ്പോൾ പോലും അതൊരാശ്വാസമായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് സഹിത്ത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് BJPയുടെ സാന്നിധ്യം പലയിടത്തും കിഴക്കൻ മേഖലകളിൽ. BJP അവരുടെ ഇപ്പോൾ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത്, അതേപോലെ പൂഞ്ഞാർ പഞ്ചായത്തിൽ അവരാണ് ഏതാണ്ട് പ്രതിപക്ഷമായി വരിക. അതേപോലെ ഇതുവരെ ഇല്ലാത്ത തലപ്പലം പഞ്ചായത്തിൽ അവർക്ക് ഏതാണ്ട് പ്രതിപക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ പലയിടത്തും അവരുടേതായ ഈ മേഖലകളിൽ അവർ കരുത്ത് കാട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇന്നലെ കേരള കോൺഗ്രസ് നേതാക്കളുമായൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഏറ്റവും ബുദ്ധിമുട്ടോടെ പറഞ്ഞൊരു കാര്യം BJPയുടെ വരവ് തങ്ങളുടെ വോട്ടിലടക്കം, അതായത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ തിരിച്ചടി ഉണ്ടായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പതനം എന്ന് തന്നെ പറയാം. ഇപ്പോൾ തലപ്പലത്തിൻ്റെ കാര്യമെടുത്താൽ 12,000 വോട്ട് കിട്ടിയ ആളാണ് ജയിച്ചത് UDFൻ്റെ സ്ഥാനാർത്ഥി, ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി. 11,000 വോട്ടാണ് അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. പക്ഷേ അവിടെ 10,000 വോട്ട് BJP പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടടുത്ത പൂഞ്ഞാറിൻ്റെ കാര്യമാണിത്. തലപ്പലത്തും സമാനമായ രീതിയിലുള്ള ഉണ്ടാകുന്നു. അതൊക്കെ കേരള കോൺഗ്രസിൻ്റെ ഒരു മലയോര മേഖലകളിലെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ BJPയുടെ വോട്ട് അത് UDFനായിരിക്കും ക്ഷീണം എന്ന് പറയുന്ന നിലയിലല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. എന്തായാലും അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് എണീറ്റ് നിൽക്കാൻ, അഭിമാനത്തോടെ നിൽക്കാൻ കഴിഞ്ഞ തവണ നോക്കൂ സഹിත പുതുപ്പള്ളി ഉൾപ്പെടെ, പുതുപ്പള്ളിയിലടക്കം ഉമ്മൻചാണ്ടി ഉള്ള കാലമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6 പഞ്ചായത്ത് നഷ്ടപ്പെട്ട സാഹചര്യമായിരുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. കൂരോപ്പടയിൽ ഒരുപക്ഷെ ഒരു ത്രിശങ്കു എന്ന് പറയാവുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ അങ്ങനെ തങ്ങളുടെ പരമ്പരാഗത കോട്ട മുഴുവൻ കോൺഗ്രസ് നേരിട്ട് തന്നെ പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയത് അഭിമാനം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. സജിത്, യെസ്, എന്താ തീർച്ചയായിട്ടും മധ്യ കേരളത്തിൽ സംഭവിച്ചതാണ്. എന്തായാലും UDFന് ഒമ്പം തിരിച്ചുവരുവാണ്. ശ്രീജിത്ത്, പിന്നീട് വരാം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ UDFൻ്റെ തിരിച്ചുവരവിന് പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും UDFന് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇനി നിയമസഭയാണ് ലക്ഷ്യം. നിയമസഭയിലും ഇതാവർത്തിച്ചാൽ UDFന് വലിയ വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകാം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യാം. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി.